ഹായ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെയും ഫിറ്റ്നസ് എങ്ങനെയാണ് ഇന്നത്തെ ഫാഷൻ ഇൻഡസ്ട്രീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ്. ഇത് സത്യത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇന്നത്തെ ഫാഷൻ ഇൻഡസ്ട്രി നമ്മൾ ഓരോരുത്തരുടെയും ഫിറ്റ്നസ്സിനെ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ മതി, ഇന്ന് യങ്സ്റ്റേഴ്സ് ഇല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് മാത്രമല്ല, അത്യാവശ്യം 40s to 50s ഏജിലുള്ള ആളുകൾ വരെ അത്യാവശ്യം ബാഗി ആയിട്ടുള്ള പാൻറ്റും ബാഗി ആയിട്ടുള്ള ടീഷർട്ട്സ് ഒക്കെയാണ് ഇടുന്നത്. അപ്പം എന്താണ് ഇങ്ങനെ ചേഞ്ചിന് കാരണം? എന്താണ് ഇങ്ങനെ ഒരു സ്കിൻ ടൈറ്റിൽ നിന്ന് മാറി ഒരു ലൂസായിട്ടുള്ള ഡ്രസ്സ് നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരാനുള്ള കാരണം എന്തുവാണ്? മെയിനായിട്ട് ആളുകളുടെ ഫിറ്റ്നസ് തന്നെയാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ആളുകളുടെ ബോഡി ഫാറ്റൊക്കെ വളരെ കൂടുതലാണ്. ആളുകൾ പണ്ടത്തെ പോലെ അധികം കഠിനാധ്വാനം വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല. വർക്കൗട്ടൊന്നും ഞാൻ പറയുന്നില്ല, പണ്ടത്തെ ആളുകളെ പോലെ കഠിനാധ്വാനം ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് ആളുകൾക്ക് ഭയങ്കര ഈസി ലൈഫാണ്. ഈസി ലൈഫും ഈസി ജിമ്മും എല്ലാം ഭയങ്കര ഈസിയാണ്. ഇപ്പം ജിമ്മിൽ പോയാൽ തന്നെ മെഷീൻസ് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവർക്ക് റിസൾട്ട് കാണുന്നുണ്ട്. കാരണം മെഷീൻസിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരും, മസിൽസ് കാണും. പക്ഷെ അതേപോലെ ബോഡി ഫാറ്റും അവർ സൈസാണ് അവർ ഇന്നത്തെ ആളുകൾ കൂടുതൽ നോക്കുന്നത്. അപ്പം ഇത്രയും വലിയ സൈസ് വരുമ്പം അത് കുറേ ആളുകൾക്ക് ഇൻസെക്യൂരിറ്റി ആയിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഫാറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാകുമ്പം ആളുകൾക്ക് അത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആകും. അപ്പോൾ ആ ഇൻസെക്യൂരിറ്റീനെ മാറ്റാൻ ഏറ്റവും നല്ലത് അത്യാവശ്യം ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണ്. അപ്പോൾ അത്രയും ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പം ആളുകൾക്ക് ഇൻസെക്യൂരിറ്റി അങ്ങ് മാറും. അപ്പോൾ ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ അപ്പോൾ അത് വയറൊന്നും അധികം കാണത്തില്ല ഈ ലൂസായിട്ടുള്ള ടീഷർട്ടൊക്കെ ഇടുമ്പം, അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുമ്പം. അതിപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. അപ്പം നമ്മൾ സ്കിൻ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടാൽ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ഡയമെൻഷൻ, ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫാറ്റ്, ഇല്ലെങ്കിൽ നമ്മുടെ മസിൽസ്, ഇതൊക്കെ നമുക്ക് എടുത്ത് കാണിക്കും. അപ്പം ഇത്രയും വലിയ ബോഡി ഫാറ്റും ഇത്ര സൈസൊക്കെ ഉള്ള ആളുകൾക്ക് ഇങ്ങനെ സ്കിൻ ടൈറ്റ് ഇടുമ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ്. അത് ശരിയാണ്, അത് ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കാണാൻ ഒരു ലുക്കിന് ഇങ്ങനത്തെ ബാഗി പോലത്തെ ഡ്രസ്സായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ സൊസൈറ്റിയിൽ കൂടുമ്പോഴാണ് ഫാഷൻ ഇൻഡസ്ട്രി അതിലേക്ക് മാറിയത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ കുറേ കമ്പനീസ് അറിയാം. ട്രെൻഡ്സ്, പിന്നെ ടാറ്റയുടെ ഒരു കമ്പനി ഉണ്ട് അത്, പിന്നെ മിൻറ്റ്, പിന്നെ മാക്സ്, പിന്നെ അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. ഇപ്പം അങ്ങനത്തെ കുറേ കോർപ്പറേഷൻസ് നിങ്ങളുടെ എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ എല്ലാം ഇല്ലെങ്കിൽ സാധാരണ ഡ്രസ്സ് കടയിലാണെങ്കിൽ പോലും ഇപ്പം വിൽക്കുന്നത് നമുക്ക് സ്കിൻ ടൈറ്റ് ഡ്രസ്സ്, ഇതുപോലത്തെ ഒരു സ്കിൻ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടണമെങ്കിൽ നമ്മൾ കുറേ കൂടി അലയണം, ഇല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ നമ്മൾ തിരക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ലുലുവിൽ പോകണം. അങ്ങനെയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പം എല്ലായിടത്തും പോയാലും ഇങ്ങനത്തെ ബാഗി പോലത്തെ ഡ്രസ്സുകളാണ് ഉള്ളത്. ഇപ്പം ഞാൻ തന്നെ പല സ്ഥലത്ത് കയറി അന്വേഷിച്ചപ്പോൾ എനിക്ക് ഈ സംഭവം മനസ്സിലാകുന്നത് എല്ലാ യങ്സ്റ്റേഴ്സിനും ഇതാ വേണ്ട. അപ്പം കടക്കാരും കുറ്റം പറയാൻ പറ്റത്തില്ല. ആളുകൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. പക്ഷെ കുറേ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഇത് പഴയ 80s ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രെൻഡാണ്. 80s 70s ഇത്രയും ബാഗി ആയിരുന്നു. സത്യത്തിൽ അങ്ങനെയല്ല. ഇന്നത്തെ ബാഗി ഡ്രസ്സ് എന്ന് വെച്ചാൽ അതിന് ലെങ്ത് ഉണ്ട്. ഇപ്പം ടീഷർട്ട് ആണെങ്കിലും അത് നല്ല ലെങ്ത് ഉണ്ട്. ആ ലെങ്ത് എന്ന് വെച്ചാൽ അവരിങ്ങനെ കൈ പൊക്കി ഓരോ കാര്യം ചെയ്യുമ്പം അവരുടെ ടീഷർട്ട് പൊങ്ങും. അപ്പോൾ അവരുടെ വയറ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലെങ്ത്. പക്ഷെ പഴയ 80s ഈ ബാഗി പോലത്തെ ഡ്രസ്സ് എന്ന് വെച്ചാൽ അന്ന് ഒട്ടും ലെങ്ത് ഇല്ല. ഈ പാൻറ്റിന് ഭയങ്കര നീളം കൂടുതലും, പിന്നെ ടീഷർട്ടിന് നീളം കുറവും, പക്ഷെ അത്യാവശ്യം ബാഗിയുമാണ്. അപ്പം അന്നത്തെ ആളുകൾ അത്യാവശ്യം ഫിറ്റും ആയതുകൊണ്ട് അത് അത്യാവശ്യം നല്ലതാണ്. അതുകൊണ്ട് ഒരിക്കലും 80s ട്രെൻഡാണ് ഇതെന്ന് ഒരിക്കലും പറയല്ല. അതല്ല ഈ ട്രെൻഡ്. ഇത് ഇന്നത്തെ ആളുകളുടെ ഫിറ്റ്നസ് മാറുന്നത് കൊണ്ടാണ് ഈ ട്രെൻഡ് വന്നത്. അതുമാത്രമല്ല, ഞാൻ ബാംഗ്ലൂരൊക്കെ പോയപ്പം അവിടെ ഒരു കടയിൽ കയറിയപ്പം അവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഏറ്റവും കൂടുതൽ. എന്നുവെച്ചാൽ ഇതേ ബാഗി ജീൻസ്, ബാഗി ആയിട്ടുള്ള ടീഷർട്ട്, ഇതൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടാം. ഇങ്ങനെ ജെൻഡർ ഇതൊന്നും ഇല്ല. അപ്പം പെട്ടെന്ന് അതൊന്നും എനിക്ക് വലുതായിട്ട് മനസ്സിലായില്ല. ഞാൻ അവിടെ ആ ഒരു ഷോപ്പിൽ കയറിയെന്ന് വെച്ചാൽ എനിക്ക് സ്കിൻ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ടീഷർട്ട് നോക്കാനും ഷോർട്സ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം അതെന്നെ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ചെയ്തു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എത്രത്തോളം നമ്മുടെ ഫിറ്റ്നസ് ഫാഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യമായിട്ട് ലിങ്ക്ഡ് ആണ് എന്നാണ്. ഇപ്പൊ താടി എന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ എന്തുവാ, ആളുകൾക്ക് പഴയ പോലെ നമ്മൾ പണ്ട് പ്രൊഡക്റ്ററിലും കമാൻഡോയിലൊക്കെ കാണുമ്പോൾ അർണോൾഡ് ഷ്വാർസ്നെഗർ അല്ലെങ്കിൽ സിൽവസ്റ്റർ സ്റ്റാലോൺ, ബ്രൂസ് വിൽസ്, ജീൻ ക്ലോഡ് വാൻ ഡാം, ഇവർക്കൊന്നും താടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവരൊക്കെ പ്യുവർ ഓഫ് ദ ഫിസിക്ക് കാണിച്ചാണ്, അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ് കാണിച്ചാണ്. അല്ലെങ്കിൽ ജാക്കി ചാൻ, ടോം ക്രൂസ്, ബ്രാഡ് പിറ്റ്, പഴയ ഇവരുടെയൊക്കെ എടുത്ത് നോക്കി ഇവരൊക്കെ ഫിസിക്ക് കാണിച്ചാണ് ഇവരൊക്കെ ആ ഒരു മാസ്കുലാനിറ്റി കാണിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ സിനിമയൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലാവരും താടി വളർത്തിയാൽ മതി. താടി വളർത്തിയിട്ട് ഒരു കലിപ്പ് മോന്ത വെച്ചാൽ അത് ഭയങ്കര സംഭവമാണ്, അത് ഭയങ്കര മാസ്കുലിനാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. അതൊക്കെ തെറ്റാണ്. നമ്മുടെ ബോഡി ഫിറ്റ്നസ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് എത്ര പറയാനുള്ളൂ, എങ്ങനെയാണ് നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രി, നമ്മുടെ ആളുകളുടെ ബോഡി ഫിറ്റ്നസ് ചേഞ്ച് ആകുന്നതിലൂടെ ഫാഷൻ ഇൻഡസ്ട്രി മാറുന്നതിനെ പറ്റിയാണ്. ഇത് ഒരിക്കലും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ആളുകളുടെ ഫിറ്റ്നസ് നല്ലതാണെങ്കിൽ അത്രയും നമുക്ക് ഈ ബാഗി ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. കുറച്ചാവാം, പക്ഷെ ഭയങ്കര ഇതാവേണ്ട ആവശ്യമില്ല. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഭയങ്കര യങ്സ്റ്റേഴ്സിലാണ് ഇത് തോന്നുന്നത്. ഒരു 23 ഇയേഴ്സ് അടിയിലുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഞാൻ കാണപ്പെടുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണപ്പെടുന്നതിലൊരു 90% 23 ഇയേഴ്സിൽ താഴെയായിട്ടുള്ള ആണായാലും പെണ്ണായാലും ഈ ബാഗി ഡ്രസ്സാണ് ഇടുന്നത്. അപ്പം അവരിൽ ചില ആളുകൾക്ക് നല്ല ഫിറ്റ് ആയിരിക്കും, പക്ഷെ അവർ പോലും അറിയുന്നില്ല അവർ എങ്ങനെയാണ് അതിൻ്റെ ഭാഗമായത്. അപ്പം അത്രേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.